സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ജൻസികൾ നടത്തുന്ന പ്രക്ഷോഭത്തിൽ കുടുങ്ങിയവരിൽ മലയാളികളുമുണ്ട്. നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് പോയ 40-ലധികം മലയാളികൾ ഗോശാലയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കലാപകാരികൾ തെരുവുകൾ കയ്യിലെടുത്തതിനാൽ ഇവർക്ക് താമസ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. 2 ദിവസം മുമ്പ് കോഴിക്കോട് നിന്നും പുറപ്പെട്ട സംഘം ഇന്നലെ ഉച്ചയോടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിനോദസഞ്ചാരത്തിന് പുറത്തുപോയ ഇവർക്ക് എന്നാൽ ഹോട്ടലിൽ തിരികെ എത്താൻ കഴിയുന്നില്ല. റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. നടു റോഡിലാണ് അവരിപ്പോഴുള്ളത്. കോഴിക്കോട്ടേക്ക് ടൂർ പോയ ഓപ്പറേറ്റർമാരാണ് ഇവരെ കൊണ്ടുപോയത്. നേപ്പാളിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണ്. ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ നേപ്പാളിലുള്ള ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എംബസിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതലാണ് കാഠ്മണ്ഡുവിൽ യുവത തെരുവ് കയ്യിലെടുക്കുന്നത്. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നീക്കിയെങ്കിലും കലാപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മന്ത്രിമാരുടെ അടക്കം വീടുകൾക്ക് തീയിട്ടിട്ടുണ്ട്. ഇന്നലെ കലാപത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി ഒലിം രാജി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിയിട്ടുമുണ്ട്. അതിനിടയിൽ പ്രധാനമന്ത്രി രാജ്യം വിടാനുള്ള ശ്രമം നടത്തിയെങ്കിലും നടന്നിട്ടില്ല. ഇതോടെ പ്രധാനമന്ത്രി സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്.